നിമിഷത്തിൽ എന്ത് തോന്നുന്നു അല്ലേ? എന്തുകൊണ്ട് സന്തോഷം തോന്നുന്നു? ഭയങ്കര സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. അനുവിനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ബാക്കി അനു വന്നിട്ട് അനു നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും നമുക്കത് പുറത്തുനിന്ന് പറയാൻ ഭയങ്കര ഈസിയാണ്, ജഡ്ജ് ചെയ്യാൻ. പക്ഷെ ഉള്ളി നടന്ന എന്താണെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി കണ്ടസ്റ്റൻസിനെ അറിയൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അവർ വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരുപാട് PR-നെ പറ്റിയാണ് ഈ സീസണിൽ ചർച്ച ചെയ്തിരുന്നത്. അതെ അതെ. അപ്പോൾ അതിപ്പോൾ എന്ത് തോന്നുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞത് അവൾ അതിനുള്ളിൽ കണ്ടന്റ് കൊടുത്താൽ മാത്രമേ. ഇതിലൊരു കോമഡി സ്കിറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു PR പുറത്തുണ്ടായിട്ട് അവിടെ അകത്ത് കിടന്ന് ഉറങ്ങിയാൽ PR-ന് വെളിയിലൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെയാണ് അനു അതിൽ നല്ലോണം ഗെയിം കളിച്ചുകൊണ്ട് മാത്രമാണ് PR-ന് പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം PR കൊണ്ട് മാത്രമാണ് അനു വിജയിക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അനുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന PR-മാർ കളിക്കുന്ന ചുമ്മാ ഇത് മാത്രമാണ്, അല്ലാതെ അതുകൊണ്ട് മാത്രമല്ല. അനു അത്രയും കണ്ടന്റ് 100% ഉറപ്പാണ്. അനു ജയിച്ച PR-ന്റെ ബലത്തിലല്ല. ലൈവ് കാണുന്നവർക്ക് കൂടുതലും അറിയായിരിക്കും, എപ്പിസോഡ് കാണുന്നവർക്ക് കുറച്ചേ മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ ലൈവ് കാണുന്നവരായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ PR-ന്റെ ബലത്തിലല്ല, ഒരിക്കലും അല്ല അനു ജയിച്ചത്. PR ഒരു സപ്പോർട്ടാണ്, ഉറപ്പായിട്ടും ഒരു സപ്പോർട്ടാണ്. ഇതൊരു വലിയ ശക്തി തന്നെ ആയിരുന്നു, അത് സംബന്ധിച്ചേ പറ്റുള്ളൂ. പക്ഷേ അനു കണ്ടന്റ് കൊടുത്തോണ്ട് മാത്രം എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. PR ഇല്ലാത്ത കണ്ടസ്റ്റൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ PR മാത്രം വെച്ചിട്ട് നമുക്ക് ഒരാൾക്കും ജയിക്കാൻ പറ്റില്ല. നമ്മുടെ അതിനകത്ത് എന്തെങ്കിലും കൂടി ചെയ്യണം. ഒരിക്കലും അല്ല, അവൾ അവളുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പറഞ്ഞിട്ടുള്ള ഓരോ പേരും അവളെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. അവളെ സ്ഥിരം നമ്മളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾ അവിടെ നിന്നിട്ടുള്ളത്. ഈ അനുമോള് അനീഷാണ് ലാസ്റ്റ് വന്നത്. അനീഷ് ഇങ്ങനെ ഇത്രയും വോട്ട് കുറയാൻ കാര്യം എന്തായിരിക്കും? എന്നാലും ഈ ലാസ്റ്റ് റീ എൻട്രിയിൽ ഒരു സംഭവം കുറച്ച് കണ്ടസ്റ്റന്റ് കയറി വന്നിട്ട് നമുക്കൊക്കെ ഈ ലാസ്റ്റ് 2 days ആയപ്പോൾ നിങ്ങൾ ഓരോ പ്രേക്ഷകരെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെയൊക്കെ അങ്ങ് പെയ്യാടുള്ള വീട്ടിൽ പോയി ഓരോരുത്തർ എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചിലർ എങ്ങനെയാണ് അനുവിനെ വോട്ട് ചെയ്യണത്. ബിക്കോസ് അത് പ്രായമായ അമ്മമാരാണ്, അത്രയും എഫേർട്ട് എടുത്ത് അവർ ആ ലാസ്റ്റ് ആ ഒരു 2-3 days അവർ വോട്ട് ചെയ്തതിൻ്റെ തന്നെയാണ് അനുവിൻ്റെ വിജയം. ഈ ലാസ്റ്റ് വീക്കിൽ ആ ഒരു കണ്ടസ്റ്റൻസ് ശൈത്യ ആയാലും ബാക്കിയുള്ള ആൾക്കാരായാലും അനുമോൾ ഒറ്റപ്പെടുത്തിയ സ്ട്രാറ്റജി എല്ലാം നല്ലതിന്. അതെ, അതെല്ലാം സംഭവിച്ച നല്ലതിന്. അങ്ങനെ ചെയ്തുകൊണ്ട് അനുവിന് അത്രയും വോട്ട് കൂടുതലായിട്ട് നമ്മൾ അത്രയും വിശ്വസിക്കുന്നുള്ളൂ. ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തത് അത് അവരുടെ വിവരമില്ലായ്മയാണ്. അവർക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യില്ലായിരുന്നു. അത്രയും പറയാനുള്ളൂ. ഔട്ടായി പോയി അത്രയും കണ്ടസ്റ്റൻസ് ഒരാളെ ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ ആ ആളുടെ കൂടെ നിന്ന് സിമ്പതിയിലല്ല, ആ ആൾ ഒറ്റയ്ക്ക് അതിനെ നേരിടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അല്ലേ. അപ്പം 24/7 കാണുന്ന ഓഡിയൻസും ഉണ്ട്, അല്ലാതെ 1 hour കണ്ടന്റ് കാണുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പം 1 hour കണ്ടന്റിൽ എന്താണ് വരുന്നതെന്നും 24/7 എന്താണ് വരുന്നതെന്നും ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് PR-ലൂടെ അല്ല ആ കാര്യങ്ങൾ പുറത്തു പോയിരിക്കുന്നത്. അതിന് ഒരു സിമ്പിളായിട്ടുള്ള കാര്യം, ഈ പുറത്തു പോയ 16 കണ്ടസ്റ്റൻസിൻ്റെയും PR-കൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തോൽപ്പിക്കാൻ പറ്റും അല്ലേ. എന്നിട്ടും ഇത്ര ആളുകൾ കൂടെ നിന്ന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സിംഗക്കുട്ടി ആയതുകൊണ്ടല്ലേ അല്ലേ? ഇതിലും വലിയ മാസ് ഡയലോഗ് ഇല്ല. ഓക്കെ, താങ്ക് യു.